ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മയില്ലാട്ടാ, അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട്. പക്ഷെ നമുക്കിന്ന് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നെയ്യപ്പത്തിനും അതുപോലെ തന്നെ ഉള്ളിവടക്കും ഇല്ല ഓർഡറാണ്. അപ്പം നെയ്യപ്പം അമ്മ രാവിലെ തന്നെ പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കൂട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി തന്നിട്ടാണ് പോയിനി. ചുടുന്ന കാര്യം നമ്മ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിവട നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിവടക്കിൽ ഓർഡർ കിട്ടുന്നതും അത് ചെയ്ത് കൊടുക്കുന്നതും. അപ്പം ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മക്ക് ഭയങ്കര ടെൻഷനുണ്ട്. പണിയും ഉണ്ട് ഇന്ന്. അതുപോലെ തന്നെ ഇന്ന് ഓർഡറും വന്നു. അപ്പം നമ്മ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ എന്നുള്ള ഒരു ടെൻഷൻ അമ്മക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മമ്മയോട് വരാൻ പറഞ്ഞിട്ടില്ലേ. അമ്മമ്മക്ക് മുന്നേ തട്ടുകടയും ഹോട്ടലെല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതുപോലെ ഉള്ളിവടയും പഴംപൊരിയും അങ്ങനത്തെ പലഹാരം ഉണ്ടാക്കാൻ അമ്മമ്മ എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മയും അമ്മമ്മേനെ ഒന്നിച്ച് കട്ടൊക്കെ ഉണ്ട്. അമ്മമ്മ നമ്മളൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അമ്മയില്ലതുപോലെ തന്നെ നമുക്കൊരു ധൈര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഉള്ളിവടേൻ്റെ നല്ല അടിപൊളി പെർഫെക്റ്റ് ഉള്ളിവടയാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നെയ്യപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിൽ കുറേ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടില്ലേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നൊരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിക്കാം. ഇന്ന് ഉള്ളിവടേൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിലേക്ക് കൂടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ ലെങ്ത്തിലെ വീഡിയോ എടുത്താൽ ചിലപ്പം അപ്ലോഡ് ആക്കാൻ പറ്റുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഉള്ളിവടേൻ്റെ വീഡിയോയിലേക്ക് വേഗം തന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ 1 കിലോ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടില്ലേ. അത് നേർങ്ങനെ അരിഞ്ഞതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം. പിന്നെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉള്ളിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലേ ഉള്ളിക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കൂലൂ. എന്നാലേ നമ്മളെ ഉള്ളിവടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ സാധനം ഇതാ ഇഞ്ചിയും പച്ചമുളകും. 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ ഉള്ളിവടക്ക് വേറൊരു ടേസ്റ്റാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ ഇപ്പം ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിവടക്ക് നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഇതാ അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും ഈ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇതാ 50 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ. കുറച്ച് കൂടുതൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന്. പക്ഷേ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അതുകൊണ്ട് 50 ഗ്രാം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഇതാ 100 ഗ്രാം കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ 200 ഗ്രാം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാ കൈവച്ച് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി നല്ല വൃത്തിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മിക്സിംഗ് ആണ് കേട്ടോ ഉള്ളിവടേൻ്റെ പെർഫെക്ഷൻ കിട്ടൽ. അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അത് കുറച്ചായിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അമ്മമ്മ മുമ്പ് കുറേ ഉള്ളിവടയും പഴംപൊരിയെല്ലാം ആക്കി കൊടുത്തതാണ് കേട്ടോ. അമ്മമ്മക്ക് ഇതാ ഹോട്ടലും തട്ടുകടിയെല്ലാം ഉണ്ടായിന്. അമ്മമ്മ ഇപ്പൊ കൊറേ നാളാക്കാണ്ട് നിന്നിട്ട് മറന്നുപോയാ. അമ്മമ്മേന്റെ ഉള്ളിവടയും പഴംപൊരി നല്ല ടേസ്റ്റാണ് കേട്ടാ. നമുക്ക് എപ്പോ ആക്കിയാലും കൊണ്ടുതരും അമ്മമ്മ. അപ്പൊ നമ്മളെ ഉള്ളിവടേന്റെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ചുടാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മളെ ആദ്യത്തെ സെറ്റ് ഇതാ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. കാണാനമ്മ എന്താ രസം, തിന്നാൻ തോന്നുന്നു. വെള്ളറക്കലായി. അങ്ങനെ അമ്മമ്മ ഞാനിവിടെ തകൃതിയായ ഉള്ളിവട ഇവിടെ ഇല്ലാന്ന്. അമ്മമ്മ എക്സ്പേർട്ട് ആയതുകൊണ്ട് എനിക്ക് പണിയൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കലും കോരലും അതന്നെ അമ്മമ്മ ചെയ്യുന്നുണ്ട്.
എനക്ക് പണിയേ ഇല്ല. പിന്നെ നമ്മ അതിനിടക്ക് നെയ്യപ്പം കൂടി ആക്കുന്നുണ്ട്. അതിന്റെ റെസിപ്പിയെല്ലാം നമ്മ ഓൾറെഡി നമ്മളെ ചാനലിൽ കാണിച്ചതാണ്. അതുകൊണ്ട് അത് വേറെ തന്നെ കാണിക്കണമെന്നില്ല കേട്ടാ. അല്ല ചുട്ടിട്ടാകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം അല്ല നമ്മ. ഉള്ളിയുടെ ഇതാ എണ്ണയിൽ നിന്ന് നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട്. കാണുമ്പോൾ നല്ല ചിക്കൻ 65 എല്ലാം പോലെ ഉണ്ട്. അടിപൊളി ഉള്ളിയുടെ. അമ്മമ്മേൻ്റെ ഉള്ളിയുടെ പിന്നെ ഒരു രക്ഷയില്ല കേട്ടാ. അമ്മേൻ്റെ ഒരു കുറവേ ഇല്ലൂടെ. കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് അല്ല അമ്മ. അമ്മ ഇടക്കിടക്കേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ചായ കുടിക്കാൻ കയറിയാരെല്ലാം പണി സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് എന്തായി എന്നറിയാൻ അമ്മക്ക്. നമ്മ ഏതെങ്കിലും വേലാതി എന്തെങ്കിലും ആയി പോവോ എന്നില്ല വേലാതി അമ്മക്ക്. പക്ഷെ അമ്മേൻ്റെ കൂടെ നിന്നിട്ട് എല്ലാം കണ്ടറിയുന്നുണ്ട്. ഉള്ളിയുടെ മാത്രമേ നമ്മൾ ഇതുവരെ അങ്ങനെ ആക്കി കൊടുക്കാണ്ട് നിന്നിട്ട്. ഉള്ളിയപ്പം പിന്നെ എപ്പോൾ ആക്കി കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളിയടക്ക് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ അമ്മമ്മ ഉണ്ടായതുകൊണ്ട് ഒട്ടും പഠിക്കണ്ട. അപ്പം നമുക്ക് കോരി എടുക്കാം. ഇരന്ന് പിടിക്കുന്നുണ്ട്. ഇതാട്ടാ ഉള്ളിവട. അപ്പൊ തന്നെ അമ്മേനെ പോലെ തന്നെ ഭയങ്കര സ്പീഡാണ്. ഞാൻ കോരുമ്പോ തന്നെ അമ്മ പടപടാ ഇടുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിവടയും നെയ്യപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ടേ. ഉള്ളിവടേൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മമ്മക്കാന്ന് കേട്ടാ. അമ്മമ്മയാന്ന് ഇതാ ഉള്ളിവട ഉണ്ടാക്കിയിട്ടില്ല. നെയ്യപ്പവും ഇതാ റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം ഓൾറെഡി നമ്മളെ ചാനലിൽ അമ്മ ഇതിൻ്റെ റെസിപ്പി എല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുക. ഇനി അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു ദിവസം ചെയ്യുമ്പോൾ റെസിപ്പി കാണിക്കാം. അപ്പം കൂടുതലായിട്ട് വീഡിയോ എടുത്താൽ ചിലപ്പം നമ്മളെ ന്യൂ ഇയർ വീഡിയോയിൽ എടുത്ത പോലെ ഇന്ന് ഫോണിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടില്ലേ. അപ്പോൾ എന്താ നമുക്ക് ഇന്ന് ഉള്ളിവടക്ക് ആദ്യമായിട്ട് ഒരു ഓർഡർ ഉണ്ടായിനി. അപ്പോൾ അമ്മ ഇന്ന് പണിക്കും പോയതുകൊണ്ട് അമ്മമ്മയാണ് ഇന്ന് നമുക്ക് സഹായത്തിനായിട്ട് ഉണ്ടായിനി. അപ്പോൾ അമ്മമ്മേൻ്റെ ഉള്ളിവട ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കട്ടെ അമ്മമ്മ. നല്ല അടിപൊളി ഉള്ളിവട. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ എണ്ണപ്പലഹാരം അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നെയ്യപ്പം ഇഷ്ടമാണ്. നെയ്യപ്പം അമ്മ ഒന്ന് കഴിച്ചിന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ ചെറിയൊരു ഓർഡർ ഉണ്ടായിന്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ അമ്മമ്മേ ടാറ്റ കൊടുത്തേ. ടാറ്റാ.